ഏതൊരു വിഷയങ്ങളെ സമീപിക്കുമ്പോഴും നമ്മൾ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയും സംസാരിക്കുമ്പോൾ അയാളുടെ അറിവിൽ നിന്നാണ് സംസാരിക്കുന്നതെങ്കിലും അയാളുടെ അനുഭവത്തിൽ നിന്നാണ് അതെങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രായോഗികമായ ഭാഗമുണ്ടാകുന്നത്. അതുമാത്രമല്ല, ആ സംസാരത്തിൻ്റെ ഒട്ടേറെ ഘടകങ്ങൾ അയാളെ ആറ്റിറ്റ്യൂഡുമായി വല്ലാത്തൊരു ബന്ധമുണ്ടാകും. ഇങ്ങനെ ഏതൊരു വ്യക്തിയും ഏതൊരു വിഷയത്തിലും ഇടപെടുമ്പോൾ ആ വ്യക്തിയുടെ വ്യക്തിപ്രഭാവം വ്യക്തമായി നമുക്കത് കാണാൻ കഴിയും. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും വിഷയത്തിൽ ഇടപെടുമ്പോൾ, ഏതൊരു വ്യക്തിയോട് ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ, അനുസരിപ്പിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ, ആ അനുസരിക്കുക എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ച് അയാൾക്കത് എളുപ്പമാകണമെങ്കിൽ നിങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. ആ ഒരു വസ്തുത അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അല്ലാത്ത പക്ഷം എത്ര ചെറിയ കാര്യവും അയാൾ ചെയ്യുമ്പോൾ അയാൾക്ക് വലിയ ഭാരമായി തോന്നും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പല കാര്യങ്ങളും പലരോടും ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ചെയ്യണമെന്ന യുക്തിപരമായ ഒരു ആഗ്രഹമോ ബോധമോ ഉണ്ടെങ്കിൽ പോലും അവരത് ഉൾക്കൊള്ളാത്തതിൻ്റെ പേരിൽ അതവർക്ക് ചെയ്യാൻ സാധിക്കാറില്ല. ഇങ്ങനെ വരുമ്പോൾ ഏതൊരു വിഷയവും ആർക്കും അത് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയണമെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്കത് വ്യക്തവും മനോഹരവുമായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ വളരെ ചെറിയ കാര്യങ്ങൾ നിരീക്ഷിക്കും. ഒരു ചെറിയ കുട്ടിയോട് നിങ്ങളൊരു കാര്യം പറയുന്നു. ആ കാര്യം പറയുമ്പോൾ അതെന്തിനാണ് പറയുന്നത് എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടുന്ന പക്ഷം കുട്ടി ആ കാര്യം ചെയ്യുന്നതും അതെന്തിനാണെന്ന് ബോധ്യപ്പെടാതെ അനുസരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു ഭാരം, അത് വല്ലാത്തൊരു പ്രയാസവുമാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടികൾ മാത്രമല്ല, ഏത് പ്രായത്തിലായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, വൃദ്ധനായിക്കോട്ടെ, നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും ഇങ്ങനെ ചെയ്യൂ എന്നൊരു ഐഡിയ, ഒരു കോൺസെപ്റ്റ് നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് വ്യക്തമായി ബോധ്യപ്പെടുന്നതിന് മുമ്പ് അത് ചെയ്യുമ്പോൾ വല്ലാത്തൊരു പ്രയാസം അയാൾ അനുഭവിക്കുന്നുണ്ട്. നോക്കൂ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ ഇതുപോലെ സാഹചര്യം നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാകും. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ നോമ്പെടുക്കുന്ന ഒരാൾ, അയാൾ നോമ്പെടുക്കുന്ന സമയത്ത് പലപ്പോഴും രാവിലെ 5 മണിക്ക് മുമ്പായിരിക്കും അത്താഴം കഴിക്കുക. ഇനി എപ്പോഴാണ് ആഹാരം കഴിക്കുക? വൈകുന്നേരം 6 മണി, 6:45 ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് ആഹാരം കഴിക്കുന്നത്. അപ്പോൾ ഇതേ വ്യക്തി രാവിലെ 8 മണിക്കോ 9 മണിക്കോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ 1:30-2 മണിയാകുമ്പോഴേക്ക് ഇയാൾക്ക് വിശന്ന് വല്ലാതെ അസ്വസ്ഥപ്പെടുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നോമ്പെടുക്കുന്ന ആ നോമ്പുകാരൻ വൈകുന്നേരം വരെ ഇന്ന് ആഹാരമോ പാനീയങ്ങളോ കഴിക്കില്ല എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. എന്നാൽ മറ്റേയാൾ ആ തീരുമാനം എടുക്കാത്തത് കൊണ്ട് അയാൾക്കത് ആക്സെപ്റ്റ് ചെയ്യാനോ അതിനെ ഉൾക്കൊള്ളാനോ സാധിക്കുന്നില്ല. മാത്രമല്ല, 2 മണിക്ക് ഭക്ഷണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുന്ന ആൾക്ക് 2:30 മണിയോ 3 മണിയോ ആകുമ്പോഴേക്ക് അയാൾ അസ്വസ്ഥത കൊണ്ട് ഒരുപക്ഷെ വല്ലാതെ ദേഷ്യം പിടിക്കുന്ന കാണാം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി അതിൻ്റെ ഉദ്ദേശങ്ങൾ ബോധ്യപ്പെടുന്ന വ്യക്തി അത് ചെയ്യുമ്പോഴുണ്ടാകുന്ന സുഖവും, അത് ബോധ്യപ്പെടാത്ത വ്യക്തിക്ക് അത് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്ന ഒരു പ്രയാസവും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വ്യക്തമായി ഉൾക്കൊണ്ട ശേഷം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കതിൻ്റെ സുഖം, അത് എത്ര കഷ്ടപ്പാടുള്ള പണിയാണെങ്കിലും ശരി. ശ്രദ്ധിച്ചില്ല നിങ്ങൾ, ട്രക്കിംഗ്, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, മല കയറ്റം അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അത് കയറാൻ പോകുന്ന ആളുകൾ ഒരുപാട് പണം മുടക്കിക്കൊണ്ട് ആ ഒരു കാര്യത്തിൻ്റെ സുഖവും അതുണ്ടാക്കുന്ന മാനസിക ഉല്ലാസവും ഒക്കെ തന്നെ സ്വപ്നം കണ്ടുകൊണ്ട് ദിവസങ്ങളോളം കാത്തിരുന്നു കൊണ്ടാണ് മല കയറാൻ പോകുന്നത്. അപ്പോൾ അയാളെ സംബന്ധിച്ച് മല കയറ്റം എന്നുള്ളത് ഒരു കഠിനമായ പണിയാണെങ്കിൽ പോലും അയാൾ അത് ആസ്വദിക്കുന്നു, അയാൾ അതിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. അയാൾക്കൊരു കഠിനമായ പണിയായി തോന്നുന്നേയില്ല. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ വിഷയങ്ങളെയും അതെത്ര പ്രയാസമുള്ള ടാസ്ക് ആണെങ്കിലും ശരി, ആ ടാസ്കിനെ കൃത്യമായി അപ്ലൈ ചെയ്യുമ്പോൾ അതെന്തിനാണെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് സുഖമുള്ള ഒരു സാഹചര്യമായിരിക്കും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എത്ര അസ്വസ്ഥതകളെയും സുഖങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നത് മനസ്സിന് ഇത്തരം പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മനസ്സിന് ഇത്തരം പ്രവർത്തനങ്ങൾ കൃത്യമായി തിരിച്ചറിയാൻ കാം മൈൻഡ് ഫൗണ്ടേഷൻ ഏർപ്പാട് ചെയ്ത ഒരു ദിവസം പ്രോഗ്രാമിൽ പങ്കെടുക്കൂ. മനസ്സെങ്ങനെയാണ് കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്, മനസ്സെങ്ങനെയാണ് കാര്യങ്ങളെ പ്രയാസത്തോടെ സഹിക്കുന്നത്, ഈ 2 വിഷയത്തെയും കൃത്യമായി ഒരാൾ മനസ്സിലാക്കിയാൽ തീർച്ചയായും
അയാളുടെ ജീവിതത്തിലുള്ള പല ക്ലേശങ്ങളും പല പ്രതിസന്ധികളും വളരെ ലളിതമായി മറികടക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ അനുഭവം എങ്ങനെയാണ്, വളരെ പ്രയാസമുള്ള പല ടാസ്കുകളും ഒരാൾക്ക് റീച്ച് ചെയ്യാൻ, അച്ചീവ്മെൻറ്റിലേക്ക് എത്തണമെങ്കിൽ അയാൾ ഈ ഒരു തത്വം, ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ മനസ്സിൻ്റെ ഈ ഒരു പ്രത്യേക പ്രതിഭാസത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ, ഏതൊരു പ്രതിസന്ധിയെയും കൃത്യമായി തരണം ചെയ്യാൻ ഓരോ വ്യക്തികൾക്കും ഈ ഒരു അറിവ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഏതെങ്കിലും പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ കഴിയാതെ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെ ഈ കാമ്പയിൻ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കൂ. അവരുടെ ജീവിതം വളരെ ലളിതമായി മാറുന്ന കാണാൻ കഴിയും. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തൂ. താങ്ക് യു.